ക്രിപ്റ്റോ കറൻസിയെ പറ്റി പഠിക്കുന്ന നമ്മളുടെ ബേസിക് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ അധികം പേര് വന്ന് പറഞ്ഞു എനിക്ക് ക്രിപ്റ്റോയെ പറ്റി പഠിക്കണമെന്നുണ്ട്, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയണമെന്നുണ്ടോ തുടക്കം മുതലേ. പക്ഷേ ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള കാശില്ല. അങ്ങനെ കുറേ അധികം പേര് ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ ലെസൺ ബൈ ലെസൺസ് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. സോ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലെല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ കോഴ്സിലോട്ട് കിടക്കാം. നിങ്ങൾ ക്രിപ്റ്റോയിലോട്ട് സാധാരണ നിങ്ങൾ വരുന്നത് എന്തിനാണ്? സാധാരണ നമ്മൾ ക്രിപ്റ്റോ അല്ലെങ്കിലും ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നത് അതിനൊരു റീസൺ ഉണ്ടാവും അല്ലേ. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആ ഒരു സമയത്ത് നമ്മളുടെ വെൽത്ത്, നമുക്ക് നമ്മളുടെ ഫ്യൂച്ചറിൽ നമ്മളൊരു നല്ലൊരു വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ആലോചിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സമയത്ത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അല്ലേ. ഇതെന്താണെന്ന് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം, എന്നാലേ നിങ്ങൾക്ക് ക്ലിയർ കിട്ടത്തുള്ളൂ. ആദ്യം നിങ്ങൾ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വേണ്ടേ, എന്നാലല്ലേ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും ഇതിനകത്ത് വർക്ക് ചെയ്യാനും ഇതിനെപ്പറ്റി പഠിക്കാനും. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ വെൽത്ത് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്കിപ്പോൾ 1 ലക്ഷം രൂപ ഇപ്പോൾ കിട്ടിയാൽ ആ 1 ലക്ഷം രൂപയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ ഫ്യൂച്ചറിൽ അത് വെച്ച് നിങ്ങൾക്ക് വെൽത്ത് ബിൽഡ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും അത് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു വെൽത്ത് ബിൽഡിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനാണ്. എന്താണ് ഇൻഫ്ലേഷൻ? നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കറൻസികൾ എത്ര വേണമെങ്കിലും നമുക്ക് ഗവൺമെൻറ്റിന് അൺലിമിറ്റഡ് ആയിട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഈ അൺലിമിറ്റഡ് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇവിടെ പണപ്പെരുപ്പം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. എന്താണ്, സാധാരണ ഗവൺമെൻറ് അൺലിമിറ്റഡ് ആയിട്ട് ക്യാഷ് പ്രിൻ്റ് ചെയ്യുമ്പം നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് നമ്മുടെ അടുത്ത്. അല്ല, കാര്യം എന്താണ്, നമുക്കറിയാം അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാശ് മാർക്കറ്റിലോട്ട് വരുമ്പം ഇപ്പോൾ ഒരു ആപ്പിളിന് 5 രൂപ ഉള്ളിടത്ത് അത് പതുക്കെ 10 രൂപയാവും. നമ്മളുടെ ഗവൺമെൻറ് ഈ പറയുന്ന ഈ ഒരു പ്രിൻറ്റിങ് മണി എത്ര വേണമെങ്കിലും അവർക്ക് പ്രിൻറ്റ് ചെയ്യാം എന്നുണ്ടായത് കൊണ്ട് ഓരോ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് അതൊരു പ്രിൻറ്റ് ചെയ്യും. ഈവൻ കോവിഡ് ടൈമിലും അതിന് മുമ്പും ഓരോ അവസ്ഥയിലും അവർ കാശ് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി, കൂടുതൽ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് ഇവിടെ ഇൻഫ്ലേഷൻ കൂടുന്നുമുണ്ട് കുറയുന്നുമുണ്ട്. സോ നിങ്ങൾക്ക് അതിന് ഏറ്റവും വലിയ തെളിവ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 2008 നിങ്ങൾ സാധാരണ ഒരു നോർമൽ ഫാമിലിയിൽ ജനിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ 1 കിലോ അരിക്ക് മേടിക്കാൻ, 1 കിലോ അരി നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കാൻ നിങ്ങൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ 2008 അപേക്ഷിച്ച് ഇന്ന് 2024 ഈ ഒരു വർഷത്തിൽ നിങ്ങൾ 1 കിലോ അരിക്ക് എത്ര രൂപ കൊടുക്കണം? അതുപോലെ ആ ഒരു സമയത്ത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല സാധനങ്ങളും, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒരാൾ ജോലിക്ക് പോയാൽ കിട്ടുന്നത് ചിലപ്പോൾ 2008 200 രൂപ 300 രൂപയായിരിക്കും അല്ലേ. പക്ഷേ ആ 200 രൂപ അന്നത്തെ ഏറ്റവും വലിയ എമൗണ്ടാണ്. ആ 200 രൂപ നിങ്ങൾ ഈ ഒരു 2024 വരെ നിങ്ങൾ ഹോൾഡ് ചെയ്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വല്ല വാല്യൂ ഉണ്ടോ? ആ 200 രൂപയ്ക്ക് അന്നത്തെ 200 രൂപയുടെ വാല്യൂ ഉണ്ടോ? അന്ന് മേടിച്ച എന്തെങ്കിലും സാധനം ഇന്ന് വാങ്ങിക്കാൻ പറ്റുമോ? അത് തന്നെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഒരിക്കലും നിങ്ങളുടെ കയ്യിലൊരു 1 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ബാങ്കിൽ ഇടുന്നത് നല്ലൊരു ഓപ്ഷൻ അല്ല. കാര്യം എന്താണ്, ഓരോ വർഷവും നമ്മുടെ ഈ ഒരു എനിക്ക് തോന്നുന്നു 6% ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ റേറ്റ്. ഓരോ 6% തൊട്ട് 7% വരെ ഓരോ വർഷവും നമ്മുടെ കയ്യിലുള്ള പൈസയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിലൊരു വർഷം നിങ്ങളുടെ 7% ആ 1 ലക്ഷം രൂപയിൽ നിന്ന് പോവുകയാണ്. അത് നിങ്ങൾക്ക് അത്രയും ആ ഒരു പർച്ചേസിങ് പവർ അവിടെ കുറയുകയാണ്. മനസ്സിലായോ? സോ അതുകൊണ്ടാണ്, ഈ ഒരു 2 റീസൺ കൊണ്ടാണ് പൊതുവേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയും. ഓക്കെ, അപ്പം അതിന് നമ്മുടെ നാട്ടിൽ പൊതുവേ പണ്ട് തൊട്ടേ നമ്മൾ കേട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. അതായത് FD ഇൻവെസ്റ്റ് ചെയ്യാം, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഇത് എല്ലാം കൂടി ആദ്യം ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. FD ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വർഷം 8% തൊട്ട് 12% വരെ, നോർമലി 8% ഇത്രയും റിട്ടേൺ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് നോക്കുവാണെങ്കിൽ 6% തൊട്ട് 7% വരെയാണ്. ഓക്കെ, അതെന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ ഇത് കുറയാം. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് FD കിട്ടുന്നത് വളരെ തുച്ഛമായ, ഈ 6% കഴിഞ്ഞിട്ട് വളരെ തുച്ഛമായിട്ടുള്ള ഒരു റിട്ടേൺ മാത്രമാണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ 8% കിട്ടുന്നു, പക്ഷെ നമ്മുടെ ഇവിടെ പർച്ചേസിങ് പവർ ഇല്ല. സോ FD എപ്പോഴും ഒരു റോങ് ആയ ഓപ്ഷനാണ്, നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഉള്ളത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യും, നല്ല അതിഭീകരമായ റിട്ടേൺ കിട്ടും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ അറിയാത്ത അറിവ് മൂലവും അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു കമ്പനിയിലായതുകൊണ്ടും കമ്പനിയിലെ മാനേജ്മെൻറ്റ് സൈഡിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ
ലൈഫിൻ്റെ ഹാർഡ് ഏൺ മണി ലൂസ് ആവാനുള്ള റീസൺ ഉണ്ട്. കാര്യം എന്താണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിലാണ്. പക്ഷേ മാനേജ് ഇപ്പോൾ ലൈക്ക് യെസ് ബാങ്കിൽ തന്നെ നമുക്ക് ഈ കൂപ്പ് കൊത്തിയ കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലേ. അതുപോലെ ഒരുപാട് റിസ്ക് സൈഡ് കൂടുതലാണ് സ്റ്റോക്കിൽ. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരി തന്നെയാണ്, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. സോ നമുക്കതൊരു റൈറ്റ് ഓപ്ഷനായിട്ട് എടുക്കാൻ ഒരു പരിധി വരെ പറ്റത്തില്ല. പിന്നെ ഉള്ളത് റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം? ശരിയാണ്, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇപ്പം 2008 തുച്ഛമായ വിലയുണ്ടായിരുന്ന വസ്തുവിന് ഇന്ന് 2027 പൊന്നും വിലയാണ്. പക്ഷേ റിയൽ എസ്റ്റേറ്റിലെ പ്രശ്നം, നമ്മളൊരു ഷോർട്ട് ടൈമിലോട്ടോ അല്ലെങ്കിൽ ലോങ് ടൈമിലോട്ടോ നമുക്കൊരു പെട്ടെന്നൊരു ആവശ്യത്തിന് ഇത് വിറ്റ് കളയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമുക്ക് പെട്ടെന്ന് വിറ്റ് മാറാൻ പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അല്ലെങ്കിൽ 1 കോടി രൂപയുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എനിക്കിപ്പോൾ പെട്ടെന്നൊരു അസുഖം വന്നു, വലിയൊരു ഓപ്പറേഷൻ വന്നു, എനിക്കിത് വിറ്റ് മാറണം, എനിക്ക് 1 കോടി രൂപ വേണം, 1 കോടി വിലയുള്ള വസ്തു എനിക്കുണ്ട്. എനിക്കത് ബയ്യറെ കണ്ടെത്താൻ, അത് വാങ്ങിക്കാനുള്ള ആളെ കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ലിക്വിഡിറ്റി ഒരു വിഷയമാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റിൽ മറ്റൊരു ഇഷ്യൂ ആണ് ചെറിയ എമൗണ്ട്. ഇപ്പോൾ എനിക്കൊരു 1000 രൂപയ്ക്ക് പോയിട്ട് നാളെ പോയിട്ട് എനിക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ ഒരു വസ്തു മേടിച്ചിടാൻ പറ്റത്തില്ല. സോ പൊതുവേ നോക്കുവാണെങ്കിൽ നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ കണ്ടുവന്നിരുന്ന ഈ പറയുന്ന 3 കാര്യങ്ങൾക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മനസ്സിലായല്ലോ? സോ അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അപ്പോൾ അടുത്ത വരുന്നൊരു ഓപ്ഷനാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടെ എന്നുള്ളത്. ഗോൾഡിൽ തീർച്ചയായും നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡ് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് എക്സ്ചേഞ്ചുകളിൽ പോയിട്ട് ഗോൾഡ് വാങ്ങിക്കാം, നിങ്ങൾക്ക് ലോങ് ടൈമിലോട്ട് ഹോൾഡ് ചെയ്യാം. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഗോൾഡ് എപ്പോഴും ഒരു 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 എന്താ പറയുക, കുറേ ഗവൺമെൻറ്റുകളുടെ അണ്ടറിൽ നമ്മൾ കുറേ നിയമങ്ങൾക്ക് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട്, ലോങ് ടൈമിലോട്ട് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കുറേയധികം ചാർജസും കുറേയധികം എമൗണ്ട് നമ്മൾ അതിൻ്റെ ഫീസായിട്ടും കാര്യങ്ങളും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊഴിച്ച് ഗോൾഡ് എപ്പോഴും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പക്ഷേ ഒരു പരിധി വരെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിന് കുറേ ലിമിറ്റേഷൻ ഉണ്ട് എക്സ്ചേഞ്ചുകളിൽ. ഇനിയിപ്പോൾ നമ്മൾ അല്ലാതെ ഫിസിക്കലായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറേ പണിക്കൂലി അങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ അതിനും പോവും. സോ ഒരു പരിധി വരെ ഗോൾഡ് ഓക്കെ ആണെങ്കിൽ, ഈ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ ഗോൾഡ് ഓക്കെ ആണ്. പക്ഷേ ഒരു പരിധി വരെ ഈ പറയുന്ന പോലെ അധിക ചാർജുകളും അധികം ടാക്സുകളും ഒക്കെ ഗോൾഡ് ഹോൾഡ് ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗോൾഡും ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ഇവിടെയാണ് നമ്മളുടെ ബിറ്റ് കോയിൻ്റെ ജനനം എടുക്കുന്നത്. അതായത് ഞാൻ ഈ പറഞ്ഞ ഇപ്പോൾ ബിറ്റ് കോയിൻ, ഗോൾഡിലായാലും സ്റ്റോക്കിലായാലും FDയിലായാലും റിയൽ എസ്റ്റേറ്റിലായാലും പറഞ്ഞ സകല പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നത് നമ്മുടെ ബിറ്റ് കോയിനാണ്. അതിൽ ഞാനിപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ കറൻസിയിൽ അൺലിമിറ്റഡ് സപ്ലൈ ഉണ്ട്, എത്ര വേണമെങ്കിലും ഗവൺമെൻറ്റിന് അച്ചടിച്ചെടുക്കാം, അതൊരു പ്രശ്നമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റോക്ക് എപ്പോഴും ഒരു സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് അവിടെ മാനേജ്മെൻറ്റിൽ വരുന്ന അഴിമതികൾ നമ്മുടെ സ്റ്റോക്കിനെ അഫക്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ റിയൽ എസ്റ്റേറ്റിലെ ലിക്വിഡിറ്റിയുടെ കാര്യം പറഞ്ഞു, FDയിലെ ലോ റിട്ടേണിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഗോൾഡിലെ ഹൈ ടാക്സസ് ആയാലും ചാർജ് ആയാലും അതിൻ്റെ കാര്യം പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ ബിറ്റ് കോയിനിലോട്ട് വരുമ്പം സീറോ ആവുകയാണ് ഈ പ്രശ്നങ്ങളെല്ലാം. കാര്യം ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇതിൻ്റെ വില, ഇതിൻ്റെ ഭാവിയിലോട്ടുള്ള വിലയുടെ കാര്യത്തിലായാലും ഇതിലുണ്ടാവുന്ന ഫങ്ഷൻസ് ആയാലും ഇതിൻ്റെ കോർ വാല്യൂ എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തിടത്തോട്ടാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇനി പോകാൻ പോകുന്നത്. സോ നിങ്ങൾ ഏർലി സ്റ്റേജിലാണ് ഇപ്പോഴും ബിറ്റ് കോയിൻ കാണുന്നത്, കേൾക്കുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോഴും സമയം വൈകിട്ടില്ല. ഞാൻ എന്തുകൊണ്ട് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ റീസണും, എന്തുകൊണ്ട് നിങ്ങൾ ക്രിപ്റ്റോ കറൻസി വാച്ച് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാര്യവും, ക്രിപ്റ്റോ കറൻസിയിലെ സ്കാമുകൾ നിങ്ങൾ മനസ്സിലാക്കി ഫിൽട്ടർ ചെയ്യണം എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ ഈ ഒരു കംപ്ലീറ്റ് കോഴ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങളിത് പഠിച്ചു കഴിയുമ്പം നിങ്ങൾ ബിറ്റ് കോയിനിൽ നല്ല വൃത്തിക്ക് എവിടെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ വെച്ച് ഇറങ്ങണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ എന്തായാലും നമുക്ക് ബിറ്റ് കോയിൻ്റെ ഇതുവരെയുള്ള റിട്ടേൺ നോക്കാം. 2011 ബിറ്റ് കോയിൻ $11. അതായത് 2011 നിങ്ങൾ വെറും 600 രൂപ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് $60,000 റിട്ടേൺ കിട്ടിയേനെ. അതായത് 55 ലക്ഷത്തിന് സംതിങ്. അതായത് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു റിട്ടേൺ ഗ്രാഫില്ലേ, ഈ ഒരു റിട്ടേൺ എന്ന് പറഞ്ഞാൽ നാളിതുവരെ ഒരു കമ്പനിക്കും തരാൻ പറ്റാത്ത അത്രയധികം റിട്ടേൺ ആണ് ബിറ്റ് കോയിൻ തന്നിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഈ റിട്ടേൺ കണ്ടുകൊണ്ട് നിങ്ങൾ ബിറ്റ് കോയിനിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കോഴ്സ് അല്ല ഇത് ഞാൻ നിങ്ങളുടെ ഒരു എന്താണ് ഇതുവരെ തന്നിട്ടുള്ള ഒരു ഹിസ്റ്ററി കാണിക്കുക മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ഇതുപോലെ ബിറ്റ് കോയിൻ റിട്ടേൺ തരുന്നു, എന്തുകൊണ്ട് നമ്മളുടെ റോബർട്ട് തിയോസാക്കി പറഞ്ഞ പോലെ 1 ലക്ഷവും 2 ലക്ഷവും, അതായത്
ഇത് ഇതൊരു തുടക്കം മാത്രമാണ് ഈ $60,000 എന്ന് പറയാനുള്ള കാരണമുണ്ട്. ആ കാരണവും കൂടിയാണ് ഞാൻ മുമ്പോട്ട് ഈ കോഴ്സിൽ വ്യക്തമാക്കുന്നത്. അല്ലാതെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് 11 വാങ്ങിച്ചത് ഇപ്പോൾ 60,000 ആയി. സോ അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്നില്ല ഞാൻ ഒരിക്കലും പറയുന്നത്. ഇങ്ങനെ ആർക്കും ആവാം, മാനിപ്പുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹൈപ്പ് കാരണം ഇങ്ങനെ വരാം, നീ ഇവിടുന്ന് പോവാം. അല്ല, ഇതിന് ഒരുപാട് റീസണുകളുണ്ട് ഇങ്ങനെ ബിറ്റ് കോയിൻ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ബിറ്റ് കോയിൻ നിങ്ങൾ പഠിക്കും തോറും വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഇതിൻ്റെ പൊട്ടൻഷ്യൽ എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. സോ അത് വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. സോ ഈ തുടക്കത്തിൻ്റെ ഈ ഒരു കോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനിൽ എനിക്കത് നിങ്ങളോട് എല്ലാം പറഞ്ഞുതരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇതുവരെയുള്ള റിട്ടേൺ ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. 2011 $11. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അതായത് നമ്മുടെ ഗോൾഡ് ആയാലും നമ്മളുടെ ഈ പറഞ്ഞ പോലെ FT, സ്റ്റോക്ക്, റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനെയുള്ള ഒരു അസറ്റ് ക്ലാസ്സിലും തരാൻ പറ്റാത്ത അത്രയധികം റിട്ടേൺ ആണ് ബിറ്റ് കോയിൻ നമുക്ക് ഇതുവരെ തന്നിട്ടുള്ളത്. സോ ഇനിയും ഇതുപോലെ മുമ്പോട്ട് റിട്ടേൺ തന്നു പോകാനുള്ള ചാൻസസ് എല്ലാം ബിറ്റ് കോയിനിലുണ്ട്. സോ അത് കാര്യങ്ങളാണ് നമ്മൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഡീകോഡ് ചെയ്ത് ഞാൻ തരാൻ പോകുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ബിറ്റ് കോയിനിലോട്ട് വരുമ്പം ഒരു ആമുഖമായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ബിറ്റ് കോയിനെ സംബന്ധിച്ച് നിങ്ങൾ ബിറ്റ് കോയിനിലോട്ട് വരുമ്പോൾ നിങ്ങൾ ഒരുപാട് ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരും. അതെന്തുകൊണ്ട് കടന്നു പോകുന്നു, നിലവിലുള്ളവർക്ക് അത് മനസ്സിലാവും. എന്തുകൊണ്ട് നിങ്ങൾ കടന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇതിനകത്തൊരു ഗോൾ സെറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ അതായത് എത്ര കാലത്തേക്കാണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ബിറ്റ് കോയിനിൽ ഈ ഒരു റോളർ കോസ്റ്ററിലൂടെ, ഈ ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ മാർക്കറ്റിനെ പറ്റി നിങ്ങൾക്കറിയാം. ഇതിൽ ഏർലി സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ചില ചാഞ്ചാട്ടങ്ങൾ പെട്ടെന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്, കാര്യം വോളിയം കുറവായതുകൊണ്ട്. സോ നിങ്ങൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പർപ്പസ് എന്താണ്, ഞാൻ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. അതായത് നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ടാണോ ഇതിൽ വരുന്നത്, അതോ ഒരു ഷോർട്ട് ടൈം ഒരു ട്രേഡറെ പോലാണോ ഇതിനകത്തോട്ട് വരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി വരുത്തുക. ഓക്കെ, അങ്ങനെ വരുത്തിയിട്ട് മാത്രം ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിറ്റ് കോയിനിൽ നല്ലൊരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 5 വർഷമെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗോൾ സെറ്റിംഗ് അനുസരിച്ച് മിനിമം ഒരു 5 വർഷമെങ്കിലും നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണമെങ്കിൽ മാത്രമേ ബിറ്റ് കോയിനിൽ ഒരു അതിശയകരമായ റിട്ടേൺ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റൂ. അതല്ല നിങ്ങൾ ഷോർട്ട് ടൈം ഒരു ട്രേഡറായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കണം. അതെന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സോ ഈ 2 കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങൾ ഇതിനകത്തോട്ട് വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബിറ്റ് കോയിനിലോട്ട് വരുമ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബിറ്റ് കോയിൻ ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യുന്നവർ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെന്ന്. സോ കാര്യം എന്താണ്, അറിയാത്തവർ പറയുന്നതാണ് സംഭവം. ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് വരിക. നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ വെൽത്തിൻ്റെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് 50% ലോങ് ടൈമിലോട്ട് മാറ്റുക, അത് മറന്നു കളയുക. പിന്നെ ഷോർട്ട് ടൈം ആണെങ്കിൽ ട്രേഡ് ചെയ്യുന്നതിന് കുറേയധികം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ നേരെ വന്ന് ബിറ്റ് കോയിൻ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാം വർക്ക് ചെയ്യണമെന്നില്ല. അതിനകത്ത് കുറേ വേറെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ അതെല്ലാം നമുക്ക് ഈ കോഴ്സിൽ മുമ്പോട്ട് പോകുമ്പോൾ വ്യക്തമായിട്ട് എല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് എനിക്കൊരു ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു തരാനുള്ളത്. എന്തായാലും നല്ല രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കണമെങ്കിൽ എത്രയും സൂൺ ആസ് പോസിബിൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക. സമയം വൈകിട്ടില്ല, ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ബിറ്റ് കോയിൻ വാങ്ങിക്കാം, 1000 രൂപയ്ക്കും ബിറ്റ് കോയിൻ വാങ്ങിക്കാം. സോ നാളെ ഉദിക്കാൻ പോകുന്ന ഈ ഒരു വലിയ സൂര്യോദയം നിങ്ങൾ ഇന്നേ മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രോബ്ലം സോൾവിങ് ആയിട്ട് വരുന്ന ഒരു പ്രശ്നം, ഇപ്പം ലൈക്ക് സ്വിഗ്ഗി. നമ്മുടെ നാട്ടിൽ ഹോട്ടലിൽ പോയി വാങ്ങിക്കാൻ മടിയുള്ളവരാണെന്ന് മനസ്സിലാക്കി സ്വിഗ്ഗി ഇവിടെ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നു. സോ ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വിഗ്ഗിയിൽ ഏർലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർ സ്വിഗ്ഗി വലുതായപ്പം എത്രയധികം പേരുടെ ലൈഫാണ് സ്വിഗ്ഗിയിൽ ഇൻവെസ്റ്റ് ചെയ്തവരുടെ ലൈഫ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തവരുടെ കാര്യമല്ല. സ്വിഗ്ഗിയിൽ ഏർലി സ്റ്റേജിൽ അത് ആ തലയിൽ ഉദിച്ചവനും അവൻ്റെ ആ ഒരു സർക്കുലറിൽ ഉള്ളവരും ഉണ്ടാവുമല്ലോ ഇൻവെസ്റ്റ് ചെയ്തവർ. അപ്പം അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അതുപോലെ തന്നെയാണ് നമ്മളുടെ ബിറ്റ് കോയിൻ മുമ്പോട്ട് വെക്കുന്ന ആശയം. ഓക്കെ, അത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കി തരാം. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു കോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കിത് ഓരോന്നും വിശദമായിട്ട് പഠിക്കാം. താങ്ക്